ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങൾ കൊണ്ട് വാക്കേറ്റം നടത്തുന്ന മുന്നണികളൊന്നും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഭരണം കയ്യാളിയവർ ഇവരുടെ നൊമ്പരങ്ങളൊന്നും വിലക്കെടുത്തില്ല. തുടർച്ചയായ 8ാം വർഷവും സമരമുഖത്ത് സജീവമാകുന്ന തൊഴിലാളികൾക്ക് ഇത്തവണ പ്രതീക്ഷ നൽകുന്നത് മാറിവരുന്ന സർക്കാരാണ്. ഇനി പ്രധാന വാർത്തകളിലേക്ക്. വർഗീയതയുടെ ചെളി നിറഞ്ഞ പ്രദേശത്ത് മാത്രമേ BJP വിജയം നേടൂ എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. UDF സർക്കാരിന്റെ ദുർഭരണത്തിൽ ആശങ്ക. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കോൺട്രസ്റ്റ് ജീവനക്കാർ. യാത്രാ ദുരിതത്തിന് അറുതിയായി മേൽപ്പാലം പണി പുരോഗമിക്കുന്നു. വികസന നേട്ടങ്ങളുടെ പട്ടികയിൽ പന്നിയങ്കര മേൽപ്പാലവും. വാർത്തകൾ വിശദമായി. കേരളത്തെ സൊമാലിയയോട് ഉപമിക്കുകയല്ല, മറിച്ച് പട്ടികവർഗ വിഭാഗങ്ങളുടെ ദയനീയാവസ്ഥയിലുള്ള വേദന പ്രകടിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു. ലിബിയയിൽ കുടുങ്ങിയ നഴ്സുമാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആദിവാസികൾക്കും ഗോത്രവർഗക്കാർക്കും ഇടയിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു പറഞ്ഞു. അത്തരത്തിലൊരാൾക്ക് പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രയാസങ്ങൾ നന്നായി അറിയാൻ കഴിയും. കഴിഞ്ഞ ദിവസവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 ആദിവാസി വിഭാഗക്കാർ ചികിത്സ ലഭിക്കാതെ മരിച്ചു. പട്ടികവർഗക്കാരുടെ ഈ ദയനീയാവസ്ഥയിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തതെന്നും സൊമാലിയോട് ഉപമിച്ചിട്ടില്ലെന്നും സുരേഷ് പ്രഭു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Who has actually worked with the people of like tribals as a party activist. So he knows the pain. So what he was saying, he never compared, he never run down. This is political ploy of some people. He was only saying that tribals' welfare is far more important and we cannot afford the tribals to suffer. Because he feels the pain. ലിബിയയിൽ കുടുങ്ങിയ നഴ്സുമാരെ കേരളത്തിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ്. ഭരണരംഗത്ത് UDF പരാജയമാണെന്ന് LDFും LDF പരാജയമാണെന്ന് UDFും ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ ബദലായി കേരളത്തിൽ BJPയെ പരീക്ഷിക്കാൻ സമയമായെന്നും മന്ത്രി പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി P ജിജേന്ദ്രൻ, ബാലസോമൻ, TV ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയ വാഗ്ദാനങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം കൊഴുപ്പിക്കുമ്പോൾ വർഷങ്ങളായി സമരരംഗത്തുള്ള കോൺട്രസ്റ്റ് ജീവനക്കാർക്ക് ഇതിലെങ്ങും ഇടമില്ല. സർക്കാരിൽ നിന്ന് നീതി ആവശ്യപ്പെട്ട് 8 വർഷമായി പ്രതിഷേധ രംഗത്തുള്ളത് 107 ജീവനക്കാരാണ്. വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് പല മുന്നണികളുടെയും പ്രകടന പത്രികയിൽ നിറഞ്ഞിരിക്കുന്നത്. കുടിവെള്ളം, മാലിന്യം, റോഡ്, കാർഷിക പ്രശ്നങ്ങൾ തുടങ്ങി വികസനങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ് പ്രകടന പത്രിക. എന്നാൽ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താത്ത ഒരു വിഭാഗം ഇന്നുണ്ട്. അധികാരികളുടെ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങിയപ്പോൾ ജീവിതവും സ്വപ്നങ്ങളും നഷ്ടമായ കോൺഗ്രസ് നെയ്ത്ത് ഫാക്ടറി ജീവനക്കാർ. 107 ജീവനക്കാരാണ് 7 വർഷത്തോളമായി സമരരംഗത്തുള്ളത്. ഭരണം മാറി മാറി വരുമ്പോഴും തങ്ങൾക്ക് കിട്ടേണ്ട നീതി ലഭിക്കാതെ പോയതിന്റെ ആശങ്കയാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ 7 വർഷമായി ഈ സമരം. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ശാശ്വത പരിഹാരം കാണും എന്ന് പ്രതീക്ഷ അർപ്പിച്ച് സമരം ചെയ്യും. സമരം തുടരെ തന്നെ ചെയ്യും. ഫാക്ടറി അടച്ചുപൂട്ടിയതിനെ തുടർന്ന് 2009 ജീവനക്കാർ ആദ്യം പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അന്ന് ഭരണത്തിലുള്ള LDF സർക്കാർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവ ഏറ്റെടുത്ത് ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കണമെന്നായിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയം. LDF സർക്കാരിന്റെ കാലാവധി പൂർത്തിയായതോടെ പ്രശ്നങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലായി. 2011 സമരരംഗം കൂടുതൽ ശക്തമാക്കി ജീവനക്കാർ കോൺട്രാസ്റ്റ് വർക്കേഴ്സ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഇവരുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 25 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരവും തുടങ്ങി.
അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ ഉറപ്പിന്മേലാണ് നവംബർ 5 സമരം അവസാനിപ്പിച്ചത്. പിന്നീട് കോൺട്രസ്റ്റ് അക്വസേഷൻ ആൻഡ് അണ്ടർടേക്കിംഗ് ബിൽ നിയമസഭ പാസാക്കുന്നത് 2012 ജൂലൈ 25-നാണ്. എന്നാൽ ബില്ലിനെ സംബന്ധിച്ച് യാതൊരു നടപടിയും പിന്നീടുണ്ടായില്ല. തൊഴിലാളികൾക്കിപ്പോൾ ഏക ആശ്വാസം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്ന ജീവനാംശമാണ്. ജീവനക്കാർക്ക് 5000 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത്. ഇനി വരുന്ന സർക്കാരെങ്കിലും വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. വികസനങ്ങൾ വാഗ്ദാനങ്ങളിൽ ഒതുക്കാത്ത നല്ല ഭരണത്തിനായി നമുക്കും കാത്തിരിക്കാം. ക്യാമറാമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം ശ്രുതി തിരുവമ്പാടി, ACV ന്യൂസ്, കോഴിക്കോട്. വർഗീയതയുടെ ചെളി നിറഞ്ഞ പ്രദേശത്തെ BJPക്ക് വിജയം നേടാൻ കഴിയൂ എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നാദാപുരം, കുറ്റ്യാടി, വടകര LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാദാപുരം, കുറ്റ്യാടി, വടകര LDF സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം പുറമേരിയിൽ നടന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി യോഗം ഉദ്ഘാടനം ചെയ്തു. വർഗീയതയുടെ ചെളി നിറഞ്ഞ പ്രദേശത്തെ BJPക്ക് വിജയം നേടാൻ കഴിയുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. BJPയുടെ താമര ഇത്തരം ചെളി നിറഞ്ഞ പ്രദേശത്തെ വിടരുകയുള്ളൂവെന്നും കേരളം അതിനു പറ്റിയ സ്ഥലമല്ലെന്നും കേരളം കഴിഞ്ഞ കാലങ്ങളിൽ നേടിയ നേട്ടങ്ങൾ UDF സർക്കാർ ഇല്ലാതാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Always blossoms and becomes bigger and more beautiful by spreading dirt and squalor in the swamp in which it grows. The more beautiful the lotus flower, the greater and larger is the dirt that leaves behind in the water where it is growing. That is the BJP. That is why, remember, when the BJP president comes here and says, no BJP state there have been any communal incidents, you must tell him. ചടങ്ങിൽ CK നാണു, KK ലതിക, ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ, എളമരം കരീം, കുഞ്ഞാമ്മദ്കുട്ടി മാസ്റ്റർ, സത്യൻ മൊഗേരി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വടകര. വികസന നേട്ടത്തിൽ 1ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് കോഴിക്കോട് നഗരം. പന്നിയങ്കര മേൽപ്പാലം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ വികസനങ്ങളുടെ കാര്യത്തിൽ നഗരത്തിന് ഒരു പൊൻതൂവൽ കൂടി വന്നുചേരും. മേൽപ്പാലത്തിന്റെ പണി ജൂണിനുള്ളിൽ പൂർത്തിയാക്കാനാണ് DMRC ശ്രമിക്കുന്നത്. വികസന നേട്ടങ്ങളുടെ കാര്യത്തിൽ ഇനി നഗരം 1ാം സ്ഥാനത്തെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പന്നിയങ്കര മേൽപ്പാലം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾ പൂവണിയും. ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് നഗരത്തിന് പ്രതീക്ഷയേകിയ വികസനങ്ങൾ DMRC പ്രാവർത്തികമാക്കുന്നത്. പന്നിയങ്കര മേൽപ്പാലത്തിന്റെ ഗാർഡറുകൾ സ്ഥാപിക്കുന്ന ജോലിയാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം 72 കോൺക്രീറ്റ് ഗാർഡുകളിൽ 4 എണ്ണം മാത്രമാണ് ഇനി സ്ഥാപിക്കാനുള്ളത്. പയ്യാനക്കൽ ഭാഗത്തെ റെയിലിനു മുകളിലെ സ്റ്റീൽ ഗാർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും. ഏകദേശം 30 ടൺ ഭാരമുള്ള 6 ഗാർഡറുകളാണ് ഇവിടെയുള്ളത്. ഇത് ഉയർത്താനുള്ള കൂറ്റൻ ക്രെയിൻ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഗാർഡറുകൾ സ്ഥാപിക്കാനായി ട്രെയിൻ ഗതാഗതം നിയന്ത്രിക്കേണ്ടി വരുമെന്ന സാഹചര്യവും നിലവിലുണ്ട്. മേൽപ്പാലത്തിന്റെ ജോലികൾ ജൂണിനുള്ളിൽ പൂർത്തിയാക്കാനാണ് DMRC ശ്രമിക്കുന്നത്. എന്നാൽ ആവശ്യത്തിന് സ്ഥലം ഒഴിപ്പിച്ചെടുക്കാനാകാത്തതിനാൽ സർവീസ് റോഡുകൾ പൂർത്തിയാകാൻ കാലതാമസം നേരിടും. എന്നാൽ വേനൽമഴ ജില്ലയിൽ ശക്തമായതുമൂലം പണി ജൂൺ മാസത്തിനു മുൻപ് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വടകരയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ BSF ഇൻസ്പെക്ടർ വെടിയേറ്റ് മരിച്ചു. രാജസ്ഥാൻ സ്വദേശി രാംഗോപാൽ മീണയ്ക്കാണ് വെടിയേറ്റത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വടകരയിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ BSF ഇൻസ്പെക്ടർ രാജസ്ഥാൻ സ്വദേശി രാംഗോപാൽ മീണയാണ് വെടിയേറ്റ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഇരിങ്ങൽ കോട്ടയ്ക്കൽ ഇസ്ലാമിക് അക്കാദമി സ്കൂളിലെ BSF ക്യാമ്പിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് UP സ്വദേശിയായ BSF ജവാൻ അശോക് യാദവിനായി പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. വെടിയുതിർത്ത ശേഷം തോക്കുമായി കടന്നുകളയുകയായിരുന്നു എന്നാണ് അനൌദ്യോഗിക വിവരം. ഇയാൾ സംസ്ഥാനത്തു നിന്ന് തന്നെ കടന്നുകളഞ്ഞതായി പോലീസ് സംശയിക്കുന്നു. വെടിവയ്പ്പിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല എന്നും 6 വെടിയുണ്ടകളെങ്കിലും ശരീരത്തിൽ തുളച്ചു കയറിയതായി സംശയിക്കുന്നുവെന്നും പോലീസ് പറഞ്ഞു. സ്ഥലം DYSPയുടെ കീഴിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വടകര. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. You by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും.
നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ് മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല, സ്റ്റാർസ് കളക്ഷൻസ് പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. എനിക്കിപ്പോൾ 100 വയസ്സായി. എല്ലാ ഇലക്ഷൻ ഞാൻ വോട്ട് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്, അതിലും വോട്ട് ചെയ്യും. എല്ലാവരും വോട്ട് ചെയ്ത് നമ്മളെ നാടിനെ നന്നാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമുള്ളത്. എന്റെ വോട്ട് എന്റെ ശബ്ദം സ്വീപ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടി. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സതീഷ് കുറ്റീലിന്റെ പ്രചരണത്തിന്റെ ശ്രദ്ധ തിരിക്കാനാണ് BJP UDFനെ സഹായിക്കുന്നു എന്ന ആരോപണം എളമരം കരീം ഉന്നയിച്ചതെന്ന് BDJS കോഴിക്കോട് സൗത്ത് മണ്ഡലം ഭാരവാഹികൾ. 1200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സതീഷ് കുറ്റീൽ വിജയിക്കുമെന്നും അവർ അവകാശപ്പെട്ടു. കോഴിക്കോട് നഗരം ഉൾപ്പെടുന്ന സൗത്തിൽ ഇരുമുന്നണികളെയും പിന്നിലാക്കി സതീഷ് കുറ്റീലിന്റെ പ്രചരണം മുന്നേറുകയാണ്. ഇതിന്റെ അങ്കലാപ്പ് LDFന്റെയും UDFന്റെയും ക്യാമ്പുകളിലുണ്ട്. ഈ മണ്ഡലത്തിലെ വോട്ടർമാർ NDA സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നതെന്നും ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം കഴിഞ്ഞ ദിവസം സൗത്ത് മണ്ഡലം NDA മുന്നണിക്കെതിരെ വോട്ട് മറിക്കൽ ആരോപണവുമായി രംഗത്ത് വന്നതെന്നും സൗത്ത് മണ്ഡലം BJDS ഭാരവാഹികൾ പറഞ്ഞു. BJP വോട്ട് മറിച്ച് UDFനെ സഹായിക്കുന്നതാണ്. അത് ആരോപണമാണ് ഞങ്ങളിപ്പോൾ നിഷേധിച്ചിട്ടുള്ളത്. എളമരം കരീമിന്റെ ആരോപണം LDF UDF രഹസ്യബന്ധത്തിന് മറയിടാനാണ്. ഇതുകൊണ്ടാണ് LDF നേതൃത്വം മണ്ഡലത്തിൽ പ്രമുഖനായ ആളുണ്ടായിട്ട് പോലും ദുർബലനായ ആളെ സ്ഥാനാർത്ഥിയതാക്കിയതെന്നും അവർ ആരോപിച്ചു. NDA സ്ഥാനാർത്ഥി സതീഷ് കുറ്റീൽ മണ്ഡലത്തിൽ 1200 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഭാരവാഹികളായ PC അശോകൻ, ഉണ്ണികൃഷ്ണൻ കരിപ്പാലി തുടങ്ങിയവർ പറഞ്ഞു. BJPക്ക് ഒളി അജണ്ടയില്ലെന്നും ഇരുമുന്നണികളെയും തൂത്തെറിയലാണ് ലക്ഷ്യമെന്നും BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ. ഇരുമുന്നണികളും കേരളത്തെ പിന്നോട്ട് നയിച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന NDA തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NDA തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗം കോഴിക്കോട് മുതലക്കുളത്ത് നടന്നു. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ യോഗം ഉദ്ഘാടനം ചെയ്തു. AK ആന്റണിയും സീതാറാം യെച്ചൂരിയും ആരോപിക്കുന്നതുപോലെ BJPക്ക് ഒളിയജണ്ടയൊന്നുമില്ലെന്നും കേരളത്തിലെ ഇരുമുന്നണികളെയും തൂത്തെറിയലാണ് പാർട്ടിയുടെ ഏകലക്ഷ്യമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇരുമുന്നണികളും കേരളത്തെ പിന്നോട്ട് നയിച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. 50 साल से केरल की जनता ने कभी UDF को निकालना था तो LDF को लाए और बाद में LDF को निकालना था तो UDF को लाए. തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ കേരളത്തിലാണ്. ഇവിടെ വരാൻ പോകുന്ന മാറ്റമാണ് ശ്രദ്ധയ്ക്ക് കാരണം. LDFനെ തോൽപ്പിക്കാൻ UDFനും UDFനെ പരാജയപ്പെടുത്താൻ LDFനും വോട്ട് ചെയ്യുകയാണ് ഇത്രയും കാലം ഇവിടെ നടന്നതെന്നും ഈ അവസ്ഥയാണ് ഇത്തവണ മാറാൻ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് നോർത്ത് സൗത്ത് ബേപ്പൂർ NDA സ്ഥാനാർത്ഥികളായ KP ശ്രീശൻ, കുറ്റിയിൽ സതീശൻ, KP പ്രകാശ് ബാബു, വടക്കൻ മേഖല BJP സെക്രട്ടറി P രഘുനാഥ്, അഹല്യ ശങ്കർ, PC മോഹനൻ, P ജിജേന്ദ്രൻ, കൊല്ലം തുളസി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് പ്രവാസി സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ UDF സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും ക്ഷേമ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയത് LDF സർക്കാരാണെന്നും അവർ പറഞ്ഞു. ഈ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനും പ്രവാസികൾ എന്തെല്ലാം ഗൾഫ് നാടുകൾ അനുഭവിക്കുന്നു, തിരിച്ചു വന്നവർ അനുഭവിക്കുന്നു, അത് പഠിക്കാൻ വേണ്ടിയെങ്കിലും തയ്യാറായ ഒരു ഇടതുപക്ഷ ഗവൺമെന്റാണ്.
കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രവാസികൾക്ക് വേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. നീതാക്കാത്ത് മൂലം തിരിച്ചുവന്ന പ്രവാസികളുടെ കാര്യത്തിൽ ഒന്നും പറയാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹജ്ജ്, വഖഫ് ബോർഡ്, പ്രവാസി വകുപ്പ്, കരിപ്പൂർ വിമാനത്താവളം എന്നീ വിഷയങ്ങളിലെല്ലാം UDF സർക്കാർ തികഞ്ഞ പരാജയമാണ്. ഇതിനെതിരെ പ്രവാസികൾ പ്രതികരിക്കുമെന്നും LDFനെ വിജയിപ്പിച്ച് അധികാരത്തിലെത്തിക്കാൻ പ്രവർത്തിക്കുമെന്നും പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആസന്നമായ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അക്രമ സാധ്യത മുന്നിൽ കണ്ട് ബേപ്പൂരിൽ കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച്. SI A അജീഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് മാത്തോട്ടം മുതൽ പുലിമുട്ട് വരെയാണ് നടന്നത്. തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായാണ് ജില്ലയിൽ പലയിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുള്ളത്. ആസന്നമായ തിരഞ്ഞെടുപ്പിൽ അക്രമ സാധ്യത മുന്നിൽ കണ്ടാണ് ഇവരെ വിന്യസിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കെത്തിയ കേന്ദ്രസേന ബേപ്പൂരിൽ റൂട്ട് മാർച്ച് നടത്തി. SI A അജീഷിന്റെ നേതൃത്വത്തിലാണ് സായുധരായ സേനാംഗങ്ങൾ മാത്തോട്ടം മുതൽ പുലിമുട്ട് വരെ രാവിലെ മാർച്ച് നടത്തിയത്. സമാധാനപരമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ 30 CISF അംഗങ്ങളാണ് ബേപ്പൂരിൽ എത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ബേപ്പൂരിലെ പ്രശ്നബാധിത ബൂത്തുകളിൽ ഇവരുടെ സാന്നിധ്യമുണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വികലാംഗർക്ക് ആനുകൂല്യങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു കഴിഞ്ഞ 5 വർഷമെന്ന് കേരള സംസ്ഥാന വികലാംഗ സംഘടന ഐക്യമുന്നണി. ഒരു വട്ടം കൂടി UDFനെ ഭരണത്തിലെത്തിക്കാൻ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുമെന്നും സംസ്ഥാന ചെയർമാൻ കുഞ്ഞബ്ദുള്ള കൊളവയൽ പറഞ്ഞു. കേരള സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന പാവങ്ങൾക്കും നിത്യരോഗികൾക്കും ആനുകൂല്യങ്ങൾ അന്യമായിരുന്ന അംഗപരിമിതർക്കും വികലാംഗർക്കും ഉമ്മൻചാണ്ടി സർക്കാർ നേതൃത്വം നൽകിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകാലം സുവർണ കാലഘട്ടമായിരുന്നു എന്ന് കേരള സംസ്ഥാന വികലാംഗ സംഘടന ഐക്യവേദി ഭാരവാഹികൾ പറഞ്ഞു. UDF സർക്കാർ ഒരു വട്ടം കൂടി കേരളം ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ ഈ പ്രബുദ്ധ കേരളത്തിലെ വോട്ടർമാരെ അഭ്യർത്ഥിക്കുക. കാരണം ഞങ്ങൾക്ക് തുടർന്ന് ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട്. തുടർന്നും 14ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വട്ടം കൂടി UDF സർക്കാർ ഭരണത്തിലെത്തണം. അത് അംഗപരിമിതന്റെയും കുടുംബങ്ങളുടെയും ആവശ്യമാണ്. ഇതിനായി UDF സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലത്തിലും വിജയിപ്പിക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ് മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ, എൻ്റെ വോട്ട് കൊണ്ട് എന്ത് വ്യത്യാസം ഉണ്ടാവാനാണ്? ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ അറിവിലേക്ക് പറയുക. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ് വോട്ടെടുപ്പ്. ഈ ഉത്സവം പൂർണ്ണമാവണമെങ്കിൽ നിങ്ങളുടെ വോട്ട് നിർബന്ധമായും വേണം. നിങ്ങളുടെ ആ ഒരു വോട്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടുത്തെ തീരുമാനങ്ങൾ മാറ്റിമറിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവൂ, നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റും. എന്റെ വോട്ട് എന്റെ ശബ്ദം. സ്വീപ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടി. വാർത്തകൾ തുടരുന്നു. 1930 മെയ് 12 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മരണ പുതുക്കി ജില്ലയിലെ ഗാന്ധിമാർഗ പ്രവർത്തകർ ഗാന്ധിഗൃഹത്തിൽ ഒത്തുചേർന്നു. ജില്ലാ സർവോദയ മണ്ഡലം നടത്തിയ പരിപാടി ഡോക്ടർ PV രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കടപ്പുറത്ത് 1930 മെയ് 12 നടന്ന ഉപ്പു സത്യാഗ്രഹ സമരത്തിന്റെ സ്മരണ പുതുക്കി ജില്ലയിലെ ഗാന്ധിമാർഗ പ്രവർത്തകർ ഗാന്ധിഗൃഹത്തിൽ ഒത്തുചേർന്നു. ജില്ലാ സർവോദയ മണ്ഡലം നടത്തിയ പരിപാടി ഡോക്ടർ PV രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് എല്ലാവരും ചരിത്രത്തിന്റെ ഓർമ്മകളിലാണ് ജീവിക്കുന്നതെന്നും അങ്ങനെയായാൽ മാത്രം പോരാ, അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്ത് വഴി ഉപയോഗിച്ചും എന്ത് തന്ത്രം ഉപയോഗിച്ചും എതിരാളിയെ തോൽപ്പിക്കുക എന്നത് മാത്രമേ ലക്ഷ്യമാക്കിയിരുന്ന ലോകത്ത് എതിരാളിയോട് പോരിടുമ്പോഴും
ചരിത്രത്തെ വളച്ചൊടിച്ച് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും സത്യാഗ്രഹത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, ഗാന്ധിജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ സമരമുറകൾ കണ്ടുപിടിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ യു രാമചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ ആർസു, TKA അസീസ്, CK ബാലകൃഷ്ണൻ, P സുരേഷ് ബാബു, ജീൽ ബഹൻ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് തിരുനാവായ സർവോദയ മേളയിൽ കോഴിക്കോട് ജില്ലാ സർവോദയ മണ്ഡലത്തിനു വേണ്ടി കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് CSI കത്തീഡ്രലിന്റെ ശതോത്തര പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് 15-ന് തുടക്കം കുറിക്കും. പരിപാടികളോടൊപ്പം വിവിധോദ്ദേശ പദ്ധതികളും ആഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കും. കോഴിക്കോട് പട്ടണത്തിന്റെ ചരിത്രത്തിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന മാനാഞ്ചിറയിലെ CSI ഭദ്രാസന ദേവാലയം അതിന്റെ സ്ഥാപനത്തിന്റെ 175-ാം വാർഷിക ആഘോഷങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് മെയ് 15-ാം തീയതി രാവിലെ ഞായറാഴ്ച പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കും. CSI സിനഡ് മിഷൻ ആൻഡ് ഇവാഞ്ചലിക്കൽ ഡയറക്ടർ ഫാദർ ക്രിസ്റ്റഫർ വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഞങ്ങളുടെ ഇടവകയുടെ 175-ാം വാർഷികം ആണ് 2017 മെയ് മാസത്തിൽ. ജൂബിലി ലോഗോ പ്രകാശനവും പ്രൊജക്ടുകളുടെ പ്രഖ്യാപനവും നടത്തുമെന്നും കത്തീഡ്രൽ സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. LDF പ്രചരണത്തിന്റെ ഭാഗമായി യുവജന പരേഡ് സംഘടിപ്പിച്ചു. ബേപ്പൂർ മണ്ഡലത്തിലെ 6 കേന്ദ്രങ്ങളിൽ നിന്നായി തുടങ്ങിയ പരേഡിൽ 2000-ഓളം യുവാക്കളാണ് പങ്കെടുത്തത്. LDF തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഫറൂഖിൽ സംഘടിപ്പിച്ച യുവജന പരേഡ് അങ്ങാടിയെ പ്രകമ്പനം കൊള്ളിച്ചു. ബാൻഡ് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ബേപ്പൂർ മണ്ഡലത്തിലെ 6 കേന്ദ്രങ്ങളിൽ നിന്നായി തുടങ്ങിയ പരേഡിൽ 2000-ഓളം പേരാണ് പങ്കെടുത്തത്. ഫറൂഖ്, കരുവൻതുരുത്തി, കടലുണ്ടി, രാമനാട്ടുകര, അരീക്കാട്, മാത്തോട്ടം എന്നിവിടങ്ങളിൽ നിന്ന് കാൽനടയായാണ് റാലി ഫറൂഖിലെത്തിയത്. ടൗണിൽ സംഗമിച്ച റാലികൾ മണ്ഡലം സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയയെ തുറന്ന വാഹനത്തിൽ ആനയിച്ച് ഫറൂഖ് ചുങ്കത്തേക്കായിരുന്നു പരേഡ്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച റാലികൾക്ക് KP അഖിലേഷ്, M ലെനീഷ്, M അനൂപ്, പ്രദീപ് കുമാർ, റുമീസ്, സുബൈബത്ത്, P നിഖിൽ, P പ്രതീഷൻ, K ഷഫീഖ്, P ബിജു PR, സുമൻ, രജീഷ് എന്നിവർ നേതൃത്വം നൽകി. സമാപന പൊതുസമ്മേളനത്തിൽ ബഷീർ കുണ്ടായിത്തോട് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയ, M ഗിരീഷ്, K ബാവ, DYFI ജില്ലാ സെക്രട്ടറി P നിഖിൽ, ബ്ലോക്ക് സെക്രട്ടറി K ഷഫീഖ്, PR സുമൻ, M അനൂപ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. നടുവണ്ണൂർ കിഴിക്കോട്ട് കടവ് പ്രദേശത്ത് രൂപീകരിച്ച പല സഹായ കമ്മിറ്റികളും വ്യാജമാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. കമ്മിറ്റികൾ പിരിച്ചെടുത്ത പണമൊന്നും അർഹതപ്പെട്ടവർക്ക് നൽകിയിട്ടില്ല എന്നും അവർ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കിഴിക്കോട്ട് കടവ് പ്രദേശത്ത് കഴിഞ്ഞ 4 വർഷങ്ങളിലായി രൂപീകരിച്ച കമ്മിറ്റികളാണ് കിഡ്നി ചികിത്സാ സഹായ കമ്മിറ്റി, കനിവ് ഭവന നിർമ്മാണ കമ്മിറ്റി, കിഴിക്കോട് പാറക്കൽ മഖാം ഉറൂസ് കമ്മിറ്റി, മജ്ലിസ് കമ്മിറ്റി എന്നിവ. കമ്മിറ്റികളുടെ ലക്ഷ്യം പണമുണ്ടാക്കുക എന്നത് മാത്രമാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ഈ രോഗിക്ക് ഇതുവരെ ഇവരുണ്ടാക്കിയ പണത്തിൽ ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. 2014-ലാണ് 2 വൃക്കകളും തകരാറിലായ 39 വയസ്സ് പ്രായമുള്ള TM സലീം എന്ന യുവാവിന് ചികിത്സാ സഹായത്തിനായി കിഡ്നി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. നല്ല തുക പിരിച്ചെടുത്തെങ്കിലും ഒരു പൈസ പോലും രോഗിക്ക് നൽകിയില്ല. ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചെങ്കിലും മൗനമാണ് മറുപടി. മറ്റുള്ള കമ്മിറ്റികളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്തി കമ്മിറ്റികളുടെ ഭാരവാഹികൾ ഇതിന് ഉത്തരം പറയണമെന്നും വൃക്കാരോഗിയായ TM സലീമും പ്രദേശവാസിയായ മുഹമ്മദ് അഷ്റഫും കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നവരസം ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ AD മാധവന്റെ ചരമവാർഷികം ആചരിച്ചു. വെൺമണി കഥകളി പുരസ്കാര വിതരണവും അതോടൊപ്പം കഥകളിയും നടന്നു. നവരസം ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ AD മാധവന്റെ ചരമവാർഷികം ആചരിച്ചു. വെൺമണി കഥകളി പുരസ്കാര വിതരണവും കഥകളിയും ഇതോടനുബന്ധിച്ച് നടന്നു. സാമൂതിരി KCU രാജവെൺമണി കഥകളി പുരസ്കാരം ഡോക്ടർ ഹരിപ്രിയ നമ്പൂതിരിക്കും പീശപ്പള്ളി രാജീവനും സമ്മാനിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PK കൃഷ്ണനുണ്ണി രാജ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, രാധാമാധവൻ, ഡോക്ടർ C രാജേന്ദ്രൻ, AP നമ്പൂതിരി, KA ജയപ്രകാശ് തുടങ്ങിയവരും പ്രസംഗിച്ചു. തുടർന്ന് ദക്ഷയാഗം കഥകളി അവതരിപ്പിച്ചു. ദക്ഷനായി കലാമണ്ഡലം മനോജും, ഇന്ദ്രനായി സൂര്യകൃഷ്ണനും, ശിവനായി കലാമണ്ഡലം ഷിബി ചക്രവർത്തിയും, സധിയായി ഡോക്ടർ സുധാകൃഷ്ണനുണ്ണി രാജയും, വീരഭദ്രനായി കലാനിലയം വാസുദേവനും, ഭദ്രകാളിയായി ജിഷ്ണു K മനോജും വേഷമിട്ടു.
മമ പുത്രിയെ നൽകിയ. സംഗീതം സദനം ജ്യോതിഷ് ബാബു, ജിഷ്ണു തുടങ്ങിയവരായിരുന്നു. ചെണ്ട സദനം രാമകൃഷ്ണൻ, സദനം ജിതിൻ, മദ്ദളം കലാമണ്ഡലം വേണു, കലാമണ്ഡലം ജയപ്രസാദ് തുടങ്ങിയവരും ആയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഖ്യാത സാഹിത്യകാരനും കാർട്ടൂണിസ്റ്റും ചിന്തകനുമായിരുന്ന OV വിജയന്റെ ജീവിത നിമിഷങ്ങൾ കോർത്തിണക്കിയ OV വിജയൻ സ്മൃതി ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. 26ഓളം പഴയകാല ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ഖസാക്കിന്റെ ഇതിഹാസമൊരുക്കിയ OV വിജയന്റെ സാഹിത്യ ജീവിതത്തിലൂടെയുള്ള സഞ്ചാരവുമായി OV വിജയൻ സ്മൃതി ഫോട്ടോ പ്രദർശനം ആർട്ട് ഗാലറിയിൽ തുടങ്ങി. OV വിജയന്റെ ചിരിയും ചിന്തയും സൗഹൃദവുമെല്ലാം ഫോട്ടോകളിൽ കാണാം. ഒറ്റയ്ക്കിരിക്കുന്ന വിജയൻ തന്നെയാണ് ഫോട്ടോകളിൽ കൂടുതലും. റാസ്ബെറി ബുക്സും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയനും ചേർന്ന് അജന്ത പ്രോ പ്രിന്റ്സിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ ഫോട്ടോഗ്രാഫർമാരായ റസാഖ് കോട്ടയ്ക്കൽ, P. മുസ്തഫ, B. ജയചന്ദ്രൻ എന്നിവർ പകർത്തിയ OV വിജയൻ ചിത്രങ്ങളാണുള്ളത്. വർഷങ്ങൾക്ക് മുമ്പെടുത്ത 26 ഫോട്ടോകളാണ് പ്രദർശനത്തിൽ. നിരവധി ഒഴിഞ്ഞ ഇരിപ്പിടങ്ങൾക്കിടയിൽ തലയെടുപ്പോടെ ഇരിക്കുന്ന വിജയൻ, ഒറ്റയാനായി എഴുത്തിന്റെ ലോകത്ത് നിലകൊണ്ട വ്യക്തിത്വം, പ്രകൃതിയെ സ്നേഹിച്ച പച്ചയായ മനുഷ്യൻ തുടങ്ങി OV വിജയൻ എന്ന പ്രതിഭയെ വ്യത്യസ്ത തലങ്ങളിൽ വീക്ഷിക്കാം. ഫോട്ടോ പ്രദർശനം V. മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. P. മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി. SV മെഹജൂബ്, സൂരജ് അജന്ത, U. മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർഗീയതയുടെ ചെളി നിറഞ്ഞ പ്രദേശത്ത് മാത്രമേ BJP വിജയം നേടൂ എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. UDF സർക്കാരിന്റെ ദുർഭരണത്തിൽ ആശങ്ക. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കോൺട്രസ്റ്റ് ജീവനക്കാർ. യാത്രാ ദുരിതത്തിന് അറുതിയായി മേൽപ്പാലം പണി പുരോഗമിക്കുന്നു. വികസന നേട്ടങ്ങളുടെ പട്ടികയിൽ പന്നിയങ്കര മേൽപ്പാലവും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.